ഡോക്ടർ ബി അശോക് എന്നു പേരുള്ള ധിക്കാരിയായ ഒരു IAS കുറിച്ച് മുമ്പും ഈ പരിപാടിയിൽ പറഞ്ഞു. സർക്കാർ ഉത്തരവ് ധിക്കരിച്ച് ഇയാൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുകയും അനുകൂല വിധി വാങ്ങിച്ച് സർക്കാരിനെ ബ്ലീച്ചടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത്ര അധികം നാളൊന്നും ആയിട്ടില്ല, ഒരു 4-5 മാസം മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. അതിനു മുമ്പ് ഇദ്ദേഹം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. CITUക്കാർക്കും ഈ എഞ്ചിനീയർമാരുടെ CITU സംഘടനയ്ക്കുമെതിരെ ചില നടപടികളെടുക്കുകയും കാലാകാലങ്ങളായിട്ട് വൈദ്യുതി ഭവനിൽ ചടഞ്ഞുകൂടി ചങ്ങാത്തം പറഞ്ഞിരുന്ന കുറച്ച് പേരെ അവിടെ നിന്ന് മാറ്റുകയും അവർക്ക് അഹിതകരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത് സർക്കാരിനെ ചൂണ്ടി പിടിപ്പിച്ചാണ്. അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടാണ് കൃഷി വകുപ്പിൽ ഇരുത്തിയത്. കൃഷിയാകുമ്പോൾ പിന്നെ ആളുകൾക്ക് ഉപദ്രവമില്ലല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ പഴയ പരിപാടി തന്നെ ചെയ്തപ്പോൾ സഖാക്കൾക്ക് ചൂണ്ടി വരികയും അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി വെച്ചു. ആ സ്ഥലം മാറ്റ ഉത്തരവിൽ സാങ്കേതികമായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചാണ് ഇദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു. അങ്ങനെ വന്ന് പുള്ളി വീണ്ടും ആ കസേരയിൽ ഇരുന്നപ്പോൾ അടുത്ത കുണ്ടാമട്ടി ഒപ്പിച്ചു. അതായത് ഈ കേര കർഷകരെ സഹായിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച കുറേ സംഖ്യ നമ്മുടെ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിന് ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ കേന്ദ്രത്തിൽ നിന്നും മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് സൗകര്യമുള്ള ചെയ്യും. നമുക്ക് പൊടിയടിക്കണം എന്ന് തോന്നിയാൽ പൊടിയടിക്കും, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്യും. അത്രേ ഉള്ളൂ, അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പക്ഷേ ഈ വാർത്ത പത്രത്തിൽ വരുന്നത് കുറച്ചിലുള്ള കാര്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ കാരണഭൂതനെ ചൂണ്ടി കയറി. പുള്ളി പറഞ്ഞു, ആരവിടെ ഇതെങ്ങനെ പത്രങ്ങൾക്ക് ചോർന്ന് കിട്ടി എന്ന കാര്യം അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഏൽപ്പിച്ചത് കഷ്ടകാലത്തിന് ഡോക്ടർ അശോകിനെ തന്നെ. പുള്ളി ഇത് അന്വേഷിച്ചു, ആ പ്രശ്നം കൂലങ്കഷമായിട്ട് പഠിച്ചു. എന്നിട്ട് മനോഹരമായ റിപ്പോർട്ട് കൊടുത്തു. ഇത് കൃഷി വകുപ്പിൽ നിന്നല്ല ചോർന്നത്, P&ARDയിൽ നിന്നുമല്ല ചോർന്നത്, PRDയിൽ നിന്നുമല്ല ചോർന്നത് മുഖ്യൻ്റെ ആഫീസിൽ നിന്ന് തന്നെയാണ് എന്നൊരു റിപ്പോർട്ട് കൊടുത്തു. ഇതിൽ പരം ഒരു ബ്ലീച്ച് മുഖ്യന് ഇനി വരാനില്ല. പുള്ളിയിട്ട അന്വേഷണം പുള്ളിക്ക് തന്നെ ബൂമറാങ്ങായിട്ട് തിരിച്ചു. ഭസ്മാസുരന് വരം കൊടുത്ത പോലെ അതും പത്രത്തിൽ വന്നു. അതാണ് അതിലും വലിയ ചളി. അശോകിൻ്റെ റിപ്പോർട്ട് മുഖ്യനെ കണ്ട് പിണറായി സഖാബ് ഞാനിങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ഇത് സമയം പോലെ വായിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കല്ലേ ഇത്. ആ റിപ്പോർട്ടടക്കം ചോർന്ന് അതും പത്രത്തിൽ വന്നു. അതുകൂടി കാരണഭൂതൻ്റെ മുഖത്തിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. ആരവിടെ ഈ ധിക്കാരിയെ ശൂലത്തിൽ തറച്ച് കൊല്ലൂ എന്ന് ഉത്തരവിടാനാണ് പുള്ളി ആലോചിച്ചത്. പക്ഷേ അപ്പോഴാണ് ഇത് ജനാധിപത്യമാണല്ലോ, ശൂലത്തിൽ തറക്കലും ചിത്രപഥമൊക്കെ ഇപ്പോൾ ഇല്ലല്ലോ എന്ന കാര്യം മറ്റേ P ശശിയോ അതോ മുഖ്യൻ്റെ പുതിയ സെക്രട്ടറി നമ്മുടെ കോഴിക്കോട് നോർത്തിലെ പഴയ MLA ആരോ പുള്ളി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നാൽ ശരി, അവനെ ചിത്രപഥം ചെയ്യേണ്ട, അവനെ പണ്ടറങ്ങി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിമാരും ഉദ്യോഗസ്ഥ പുങ്കവന്മാരും ഒക്കെ തലപുകഞ്ഞ് ആലോചിച്ച് ആ ഒരു തീരുമാനത്തിലെത്തി. ഇയാളെ ഇമ്മീഡിയറ്റായിട്ട് കൃഷി വകുപ്പിൽ നിന്ന് നാട് കടത്താം. ഈ വാഴക്ക വികസന കോർപ്പറേഷൻ, വാഴപ്പിണ്ടി വികസന കോർപ്പറേഷൻ, പുന്നക്ക വികസന കോർപ്പറേഷൻ പോലെ പല കോർപ്പറേഷനും ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കസേരയോ കൊരണ്ടിപ്പലയോ വല്ലതും ഇട്ട് കൊടുത്ത് ഇവനെ ഇരുത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എറണാകുളത്ത് ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു ബെഞ്ചുണ്ട്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്, ആ ബെഞ്ച് എറണാകുളത്താണ്. അപ്പോൾ ഇത് ഇല്ലാത്ത സമയത്ത് വേണം കേസ് ഇവനെ സ്ഥലം മാറ്റാനായിട്ട്. അങ്ങനെ പാലച്ചോട്ടിൽ കണിയാൻ്റെ അടുത്ത് പോയി രാശി വെച്ച് കബഡി നിരത്തി ഒരു സമയം കണ്ടുപിടിച്ചു. അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഓണത്തിന് അവധി ഉണ്ട്. ഓണാവധി കടക്കുന്നതിൻ്റെ തലേ ദിവസം, അത് വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച, ബുധനാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച, ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ ഈ ഡോക്ടർ അശോകനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഇടുക്കാച്ചേരക്കട്ട് അവിടുത്തെ ചെയർമാനായിട്ട് മാറ്റാൻ തീരുമാനിച്ചു. സാധാരണ വളരെ ജൂനിയറായിട്ടുള്ള IAS ഇരിക്കുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അങ്ങനെ ഒരു തസ്തികയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്താൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ തസ്തിക അപ്ഗ്രേഡ് ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമാക്കി. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വളരെ വലുതാണ്. അങ്ങനെ വലിയ പ്രതിഷ്ഠയ്ക്ക് ഈ അമ്പലം അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയവരെ ഡോക്ടർ അശോക് അറിയുന്നതിന് മുമ്പ് പുള്ളിയുടെ റിലീവറായിട്ടുള്ള, പുള്ളിയുടെ മറ്റു പല കാര്യത്തിലും എതിരഭിപ്രായമുള്ള ടിങ്കു ബിസ്വാൾ എന്ന് പറഞ്ഞൊരു മഹതി അവരാണ്. ഇദ്ദേഹം തിരിച്ചു ചെല്ലുമ്പോൾ കസരയില്ല, ടിങ്കു ബിസ്വാൾ അവിടെ കയറി ചമ്പറം പടഞ്ഞിരിക്കുകയാണ്. അതായത് ഡോക്ടർ അശോകിനെ റിലീവ് ചെയ്തതിന് മുമ്പ് ടിങ്കു ബിസ്വാൾ ആ പോസ്റ്റ് കൈക്കലാക്കി. അതിൻ്റെ പുറകിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ജയതിലകൻ്റെ പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ജയതിലകന് ഈ കൃഷി വകുപ്പ്
എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുക്കണം എന്ന് നിർബന്ധമുണ്ട്. ഈ അശോക് ഇരുന്നിട്ട് ശരിയാവുന്നില്ല. പുള്ളിക്ക് വളരെ താല്പര്യമുള്ള ആളാണ് ടിങ്കു ബിസ്വാൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, ടിങ്കു നീ ഇയാൾ ചാർജ് തരാനൊന്നും കാത്തിരിക്കണ്ട, നേരെ പോയി ചാർജ് എടുത്തു, ഇപ്പം തൊട്ട് കൃഷി വകുപ്പ് നന്നാക്കിയെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അശോക അവിടുന്ന്, പിന്നെ ഓണത്തിൻ്റെ അവധിയാണല്ലോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പുള്ളി നേരെ എറണാകുളത്ത് വന്ന് വക്കീലിനെ കണ്ട് ഒരു ഹർജി തയ്യാറാക്കി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുറക്കുന്ന ദിവസം ഫയൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലിരിക്കുന്ന ജഡ്ജിമാർ അരിയാഹാരം കഴിക്കുന്നവരായതുകൊണ്ട് അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഈ ഉത്തരവ് അസ്ഥിരപ്പെടുത്തി, അത് സ്റ്റേ ചെയ്തു. ഈ ഉത്തരവ് മരവിപ്പിച്ചു. ഈ ഉത്തരവ് നിയമപരമായിട്ട് നിലനിൽക്കില്ല. കാരണം ഒന്നാമത് ഇങ്ങനെ ഉത്തരവിടാൻ ഗവർണർക്ക് അധികാരമുള്ളൂ. ഈ ജയതിലകനെ പോലെ ശുംഭനായ ഒരു ചീഫ് സെക്രട്ടറിക്ക് പവറില്ല. ക്യാബിനറ്റ് തീരുമാനം തന്നെ അസ്ഥിരപ്പെട്ടു പോകും എന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ ഹർജിയിൽ ജയതിലകനെതിരായിട്ടും ടിങ്കു ബിസ്വാളിനെതിരായിട്ടും വ്യക്തിപരമായിട്ട് പല ആരോപണങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ സംഗതി ജോറായി. അപ്പോൾ തന്നെ സ്റ്റേ ചെയ്തു. ഡോക്ടർ അശോക് അടുത്ത ദിവസം ഉത്തരവുമായിട്ട് വിജയശ്രീ ലാളിതനായി സെക്രട്ടേറിയറ്റിൽ വന്ന് പ്രിൻസിപ്പൽ കൃഷി സെക്രട്ടറിയുടെ കാസേരയിൽ കയറിയിരുന്നു. ആ കോളിംഗ് ബെല്ലടിച്ച് പ്യൂണിനെ വിളിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ. അങ്ങനെ ഉത്തരവ് നടപ്പായി. സർക്കാർ ഉത്തരവിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമസന്ധിയിലായി പിണറായി സഖാവ്. ഇങ്ങനെ മീതെ ഒരു IAS അടുത്തുനിന്ന് പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിമന്ത്രി പാർട്ടി സമ്മേളനത്തിന് ആലപ്പുഴയ്ക്ക് പോയിക്കുക, പുള്ളിക്ക് അതുകൊണ്ട് ഇത് ബാധകമായിട്ടില്ല. അപ്പോഴാണ് ആ സഖാക്കൾക്കൊരു ബുദ്ധി തോന്നിയത്. ഈ ഡോക്ടർ അശോക് കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറി മാത്രമല്ല, കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയാണ്. അവിടെ ഈ വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രപ്പോസലായിട്ടുള്ളൂ, ഓർഡറായിട്ടില്ല. അത് സിൻഡിക്കേറ്റിൽ വെച്ച് ആലോചിച്ചു. സിൻഡിക്കേറ്റ് ഏതാണ്ട് അപ്രൂവ് ചെയ്തു. അപ്പോഴും ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വിദ്യാർത്ഥികളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആർക്കും ഫീസ് വർദ്ധിപ്പിക്കുന്നില്ല. ഇനി ചേരാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ആ ഫീസ് വർദ്ധിപ്പിക്കുന്നു. SFIക്കാർക്ക് ആരും അവിടെ അഡ്മിഷൻ കൊടുക്കുകയില്ല. കാരണം അവർ സമരം ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണ്, പഠിക്കാൻ വരുന്നവരല്ല. എന്ന് മാത്രമല്ല, രാജ്യത്ത് തന്നെ ഏറ്റവും കുറവ് ഫീസുള്ള ഒരു കാർഷിക സർവകലാശാലയാണ് നമ്മുടെ കേരളത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഫീസ് വർദ്ധിപ്പിക്കാൻ മറന്നുപോയി. ഒരുപാട് കൊല്ലമായിട്ട് കൂട്ടിയിട്ടില്ല. 17-18 കൊല്ലമായിട്ട് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫീസിൽ ഒരു ദമ്പടി പോലും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കുറഞ്ഞ ഫീസിൽ പഠിക്കാനായിട്ട് കുട്ടികൾ ഈ മണ്ണുത്തിയിലേക്കും വെള്ളായണിയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ കുറഞ്ഞ ഫീസിൽ രാജ്യത്ത് ഒരു സ്ഥലത്ത് പഠിക്കാൻ പറ്റുകയില്ല. അപ്പോൾ മലയാളികളായ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായി. കാരണം ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, മെറിറ്റ് കൂടുതലുള്ള കുട്ടികൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഇവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ SFIയിൽ ചേരാൻ പ്രത്യേകിച്ച് കുട്ടികളുടെ എണ്ണം കുറവായി. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് SFIക്കാർ ആകെ ഈർഷ്യാകുലരായിരിക്കുന്നു. അപ്പോഴാണ് ഫീസ് കൂട്ടാൻ തീരുമാനിച്ചു. കാര്യം 18 കൊല്ലമായിട്ട് വേറെ എല്ലാ സാധനങ്ങളുടെ ഫീസ് കൂട്ടി ഇല്ലേ. മന്ത്രി രാജേഷ് പണ്ട് എത്തപ്പയുടെ പ്രമുഖ നേതാവായിരുന്ന ആളാണ്, അഖില ലോക പ്രസിഡന്റ് വരെ ആയിരുന്ന ആളാണ്. പുള്ളിയോട് ചോദിച്ചാൽ അറിയാം മദ്യത്തിന് എത്ര പ്രാവശ്യം വില കൂട്ടി എന്നുള്ളത്. മദ്യപാനികൾക്ക് സംഘടനയില്ലാത്തതുകൊണ്ട്, SFIക്കാരും മദ്യപാനികളാണെന്ന് അവർക്ക് പരസ്യമായിട്ട് സമ്മതിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂടിയ വില കൊടുത്ത് ആണ് SFIക്കാരടക്കമുള്ള ആളുകൾ വിദേശ മദ്യം പിടിച്ചു കുടിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാ സാധനത്തിൻ്റെയും കൂട്ടിയില്ലേ. KSRTC എത്ര പ്രാവശ്യം ചാർജ് കൂട്ടി. മന്ത്രി കിട്ടണംകുട്ടിയോട് ചോദിച്ചാൽ പുള്ളി പറയും ഇലക്ട്രിസിറ്റി ബോർഡ് എത്ര പ്രാവശ്യം കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാസാമാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി നിരക്ക്. വല്ല കുറവുണ്ട്. ഇതിനെക്കുറിച്ച് ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്ന പത്രങ്ങൾ, ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളുടെ വില എത്ര പ്രാവശ്യം വർദ്ധിപ്പിച്ചു. ലോകത്ത് ആകെ വർധനവ് വരാത്ത ഒരേ ഒരു കാര്യം ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് മാത്രമാണ്. അപ്പോൾ അത് കൂട്ടാൻ പോകുന്നു. അമ്പടമ്പട രാവണ. ഇവനെ വിട്ടാൽ ശരിയാവില്ലേ. ഡോക്ടർ അശോകനെ ഇന്ന് കുരിശിൽ തറക്കണം എന്ന ഉദ്ദേശത്തോടെ SFIക്കാർ ചാടി ഇറങ്ങി. അപ്പോൾ VC പണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ നിരക്ക് ഫൈനലൈസ് ചെയ്തിട്ടില്ല. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളും കൂടി ചേർത്ത് ഒരു യോഗം വിളിക്കുന്നുണ്ട്. യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുത്തുകയുള്ളൂ. പക്ഷേ അതൊന്നും SFIക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ നോക്കുമ്പോൾ നമ്മുടെ മുഖ്യനെ ബ്ലീച്ചടിപ്പിച്ചിട്ട് ഡോക്ടർ അശോക് എന്ന് പറഞ്ഞ കുടരാത്തവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ VC ആയിട്ടും കൃഷി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ വിട്ടാൽ ശരിയാവില്ല. ഉടനെ തന്നെ SFIക്കാർ വെള്ളക്കൊടിയും എടുത്ത് റോഡിലേക്ക് ചാടി ഇറങ്ങി. അശോകിൻ്റെ വീട്ടിലേക്ക് ഒരു വമ്പിച്ച പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. അയാളുടെ വീട്ടുപടിക്ക് ചെന്നത് ഭയങ്കര മുദ്രാവാക്യം വിളിക്കുക. ആ സമയത്ത് പുള്ളി അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ അവിടെ ഇല്ല, വേറെ എവിടെ പോയിരിക്കണം, തീവണ്ടിക്ക് വരും എന്നറിഞ്ഞ ഉടനെ അവർ തമ്പാനൂർക്ക് വിട്ടു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വെള്ളക്കൊടിയുമായിട്ട് ഒരുപാട് നേരം കാത്തു.
അപ്പോഴാണ് ഇതാ വരുന്നു ഡോക്ടർ ബി അശോക് IAS. അദ്ദേഹം കാറിൽ കയറാൻ പോകുമ്പോൾ ഇതാ അവർ സമരം തുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ്, എത്തപ്പൈ സിന്ദാബാദ്. ഡോക്ടർ ബി അശോകെ തെമ്മാടി രാജിവെക്കൂ, പുറത്തു പോകൂ. എന്താ അവരുടെ ഡിമാൻഡെന്ന് ആലോചിച്ചു. ഇയാൾ UPSC പരീക്ഷ പാസ്സായി IAS കിട്ടി വന്ന ആളാണ്. എത്തപ്പൈക്കാർ പറയുമ്പോൾ രാജിവെക്കാതിരിക്കുന്ന ആളാണ്. അതവർക്ക് AKG സെൻറ്ററിൽ പോയിട്ട് ഗോവിന്ദൻ സഖാവിനോട് പറയാം. MV ഗോവിന്ദ തെമ്മാടി രാജിവെക്കൂ, പുറത്തു പോകും. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് പിണറായി വിജയനോട് പറയാം. അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയോട് പറയാം. അദ്ദേഹം ചെങ്കൽ ചൂളയിൽ അവൈലബിളാണ്. വി ശിവൻകുട്ടി തെമ്മാടി രാജിവെക്കൂ, പുറത്തു പോകും. ആരും ചോദിക്കില്ല, ആരും തടയില്ല. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ആവശ്യപ്പെടാം. ഒരു കുഴപ്പമില്ല, അവരുടെ സ്വന്തം ആൾക്കാരാണ്. ഇതങ്ങനെയല്ലോ. UPSC പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് നേടി കേരള കേഡറിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന IASകാരനോട് രാജിവെക്കൂ, പുറത്തു പോകുക എന്ന് ശിവപ്രസാദ് പറഞ്ഞ രാജിവെക്കൂ. VC എന്നാൽ രാജാവല്ല. അല്ല, VC രാജാവല്ല. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ആൾ മാത്രമാണ്. രാജാവുമല്ല, ചക്രവർത്തിയുമല്ല. ചക്രവർത്തി നിങ്ങളുടെ നേതാവാണ്. അഖില കേരള ചക്രവർത്തി, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ചക്രവർത്തിയാണ്, രാജാവ് പോലുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അപ്പോൾ ഈ ശിവപ്രസാദും സംഘവും രാജിവെക്കൂ, പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ രാജിവെക്കാനിരിക്കുന്ന ആളൊന്നുമല്ല വൈസ് ചാൻസലർ. പുള്ളി രാജിവെക്കുകയില്ല. പിന്നെ ശിവപ്രസാദ് ഒരു വലിയ നേതാവോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാരാരിക്കുളം ഇല്ല, ഹരിപ്പാട്ടോ അല്ലെങ്കിൽ കായംകുളത്തോ, അതുമല്ലെങ്കിൽ കുട്ടനാട്ടിലൊക്കെ മത്സരിക്കാൻ ചിലപ്പോൾ സീറ്റ് കിട്ടുമായിരിക്കും. അടുത്ത നിയമസഭയിൽ ഒരുപക്ഷെ അത് MLA ആയിട്ട് അഭിനവ സച്ചിൻ ദേവായിട്ട് അവതരിക്കാനൊക്കെ സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാർഷിക സർവകലാശാലയെ കുട്ടിച്ചോറാക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കുട്ടിച്ചോറാക്കിയാൽ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും സമരം നടക്കട്ടെ, വളരെ നന്നാവുന്നുണ്ട്. ഞാനും മുദ്രാവാക്യം ഏറ്റു വിളിക്കുകയാണ്. എത്തപ്പൈ സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്, എത്തപ്പൈ സിന്ദാബാദ്. ബി അശോകെ തെമ്മാടി രാജിവെക്കൂ, പുറത്തു പോകും, പുറത്തു പോകൂ, പുറത്തു പോകും. സ്വാതന്ത്ര്യം, ജനാധിപത്യം, ജനാധിപത്യം, സോഷ്യലിസം. ഗുളു 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 എത്തപ്പൈ, ബുലു 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 എത്തപ്പൈ, എത്തപ്പൈ എത്തപ്പൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.